സിറോ മലബാർ സഭ ചരിത്രത്തിലെ കറുത്ത അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ സഭയിലെ ഏകീകൃത കുർബാന വിഷയം തന്നെയാണ്. സഭാവിരുദ്ധ തീവ്രവാദികൾ അവരെ ഇപ്പോൾ ഓമനപ്പെട്ട് വിളിക്കുന്നത് വിമതരെന്നാണ്. വൈദികരായാലും മെത്രന്മാരായാലും അൽമായരായാലും വിമതരത്രേ. അവർ സഭയെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സഭാവിരുദ്ധ തീവ്രവാദികൾ തങ്ങളുടെ പരിപാടികളിൽ കുറച്ചെങ്കിലും വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ചിലർ പണത്തിന് വേണ്ടി, ചിലർ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ചിലർ ചിലർ സഭയെ ഒറ്റിക്കൊടുത്തതും ചരിത്രം രേഖപ്പെടുത്തും. അതുപോലെ ഇത്തരമൊരു കടുത്ത പ്രതിസന്ധി ഘട്ടത്തിൽ സഭയ്ക്ക് ഏറ്റവും ബലഹീനമായ നേതൃത്വമാണ് ഉണ്ടായിരുന്നതെന്നും ചരിത്രം രേഖപ്പെടുത്തും. ഒരു സംശയവുമില്ല. എറണാകുളം അതിരൂപതയുമായി ബന്ധപ്പെട്ട സിറോ മലബാർ സഭയിലെ പ്രശ്നം പരിഹാരമില്ലാതെ അങ്ങനെ നീണ്ടുപോകുകയാണ്. ഏകീകൃത കുർബാന സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം നടപ്പാക്കാൻ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല. തീരുമാനമൊക്കെ ശക്തവും വ്യക്തവുമൊക്കെയാണ് അൾത്താര അഭിമുഖ ഏകീകൃത കുർബാന. പക്ഷേ അത് നടപ്പാക്കൽ ഇച്ഛാശക്തി നേതൃത്വത്തിനില്ല. കുറച്ചൊന്നുമല്ല ഇത് സിറോ മലബാർ സഭയെ ബലഹീനമാക്കുന്നത്. കാരണം ചില മെത്രാന്മാർ, ചില വിമത വൈദികർ. ഈ പ്രശ്നം ഇങ്ങനെ വഷളാക്കുന്നതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ പറയുന്നവരെ ഇതുവരെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുകയായിരുന്നു ഈ വിമതർ. ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്ന നേതൃത്വമുള്ളവരാകട്ടെ അതേപ്പറ്റി പരസ്യമായി വിശ്വാസികളെ അൽമായരെ ബോധ്യപ്പെടുത്താനോ അവരെ കാര്യങ്ങൾ വേണ്ടവരിൽ ധരിപ്പിക്കാനുള്ള നടപടികൾ ഒന്നും എടുത്തില്ല. കാരണം അവർക്ക് വലുത് വിമതരാണ്. എന്നാൽ ഇപ്പോൾ CBCIയുടെ പ്രസിഡന്റും സിറോ മലബാർ സഭയുടെ സ്ഥിരം ശ്രീരംഗവുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഇത്തരമൊരു ഭീകരാവസ്ഥ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സഭയിലെ നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും ബോധപൂർവം ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കുക എന്നത് ചിലരുടെ ലക്ഷ്യമായിരുന്നു. സിറോ മലബാർ സഭയിലെ ആരാധനാക്രമ വഴക്കിലടക്കം ചിലരുടെ ഇടപെടൽ, വ്യക്തമായ പ്ലാൻഡ് ഇടപെടലുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന മത തീവ്രവാദ സംഘടന റെയ്ഡ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞനുസരിച്ച് അവരുടെ പദ്ധതികളിൽ ചിലത് സിറോ മലബാർ സഭയിൽ ശക്തമായ ഭിന്നിപ്പുണ്ടാക്കുക എന്നതായിരുന്നു. കാരണം എന്താണ്? ഏറ്റവും സംഘടിച്ചു നിൽക്കുന്ന ഒരു സഭാ വിഭാഗത്തെ ഭിന്നിപ്പിച്ചും വഴക്കടിപ്പിച്ചും തീർക്കണം. അതായിരുന്നു കണക്കൂട്ടൽ. കാരണം അങ്ങനെ ചെയ്താൽ അതാ ഒരു സമുദായത്തിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പിൽ അവരുടെ വിജയമാകും. ഇതിപ്പോൾ സിറോ മലബാർ സഭയുടെ സിനഡംഗമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് തുറന്നടിച്ചത്. ഇതുപോലെ മറ്റു സിനഡംഗങ്ങൾ അധികം താമസിയാതെ വിമതർക്കെതിരെ വരുന്നതിൽ ഒരു സംശയമില്ല. കാരണം സത്യം ലോകത്തെ വലതു വച്ച വന്നാലും അത് തിരിച്ചെത്തേണ്ടടുത്ത് എത്തിയിരിക്കും. അതിനല്പം സമയമെടുക്കുമായിരിക്കും. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ സത്യത്തിനും നീതിക്കും വിലയുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാലം അധികം താമസിയാതെ വരും. കർത്താവിന്റെ കൃപാകടാക്ഷത്തിനെ കുർബാന കൂടുന്ന വിശ്വാസികളെ കർത്താവിൽ നിന്നും അൾത്താരിൽ നിന്നുമൊക്കെ മറയ്ക്കുന്നവർ ആരായാലും അവർ വിമതരല്ല, ദൈവ വിരുദ്ധർ തന്നെയാണ്. അവർക്കുള്ള ശിക്ഷ തിരു സന്നിധി തന്നെ നൽകിക്കൊള്ളും. വിശ്വാസികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: വിശ്വാസം കർത്താവിന്റെ രക്ഷാമാർഗമാണ്. അത് കൈവിടാതിരിക്കുക, മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, കർത്താവിനെ വിളിക്കുക, രക്ഷകൻ എത്തിയിരിക്കും. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് പറഞ്ഞത്, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അനുസരിച്ചത് ശരിയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇതര മതസ്ഥരെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. അതിനെ ഏറ്റവും സംഘടിച്ചു നിൽക്കുന്ന സിറോ മലബാർ സഭയാണ് അവർ ലക്ഷ്യമിട്ടത്. അതിനവർ സാമ്പത്തികമായി പണമൊഴുക്കും, അവർ സംഘടിത ശക്തി കൊണ്ടുവരും, അവരുടെ തന്ത്രങ്ങൾ സഭയ്ക്കുള്ളിലെ ചിലർ വഴി അടിച്ചേൽപ്പിക്കും. അങ്ങനെ ചിലർ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ചില ബാഹ്യ സംഘടിത ശക്തികളുടെ സമ്മർദ്ദത്തിനും അവരുടെ കുത്സിത തന്ത്രങ്ങൾക്കും വശംവദരായെങ്കിൽ അത് സഭയെ തകർക്കാൻ കാരണമായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ സഭയ്ക്കുള്ളിലെ ആ ചിലരുടെ പേരാണ് വിമതർ. അതിൽ അൽമായരും പെടും, ചില വിമത വൈദികരും പെടും. ഇങ്ങനെയാണെങ്കിൽ ഇതേപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര അധികൃതരോട് സർക്കാരിനോടൊക്കെ അഭ്യർത്ഥിക്കേണ്ടത്, ആവശ്യപ്പെടേണ്ടത് സഭാ നേതൃത്വമാണ്, അല്ലാതെ വിശ്വാസികളല്ല. സഭാ നേതൃത്വത്തിന് അറിയാം ഈ വിവരങ്ങൾ. സഭയെ വിഘടിപ്പിച്ചത് ആരാണ്? വിശ്വാസികൾ പരസ്പരം തമ്മിൽ തല്ലി സഭ വിഘടിക്കുന്നതല്ല, മറിച്ച് ബാഹ്യശക്തികൾ ഒരു പരീക്ഷണ വസ്തുവായി സിറോ മലബാർ സഭയെ കണ്ട് സിറോ മലബാർ സഭ എന്ന ഏറ്റവും ശക്തമായ കാരിരുമ്പ് പോലെ ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്ന ഈ സഭാ ചട്ടക്കൂടിനെ തകർത്തെറിഞ്ഞാൽ ഈ കേരളത്തിൽ ഏത് മതത്തെയും ഏത് സമുദായത്തെയും തകർത്തെറിയുന്നത് നിഷ്പ്രയാസം സംഭവിക്കും എന്ന് അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ജനാഭിമുഖ കുർബാന എന്ന ചത്ത നടപടിക്രമത്തിന്റെ പിന്നാലെ പോകുന്ന വിമത മെത്രാന്മാരും വൈദികരും ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് എന്താണ് പുറത്തുള്ള ചില
മതമൗലികവാദികൾ സഭയ്ക്കെതിരെ ചെയ്തു കൂട്ടുന്നത് എന്നൊന്ന് അന്വേഷിക്കാനെങ്കിലും തയ്യാറാകണം.